മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് വളരെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയല്ലോ. കുറച്ച് എരിവൊക്കെയുള്ള ഒരു നാടൻ റെസിപ്പിയാണ് നമ്മുടെ കപ്പ കുത്തിക്കുഴച്ചത്. കപ്പ കുത്തിക്കുഴച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ കുത്തിക്കുഴച്ച് തന്നെ എടുക്കണം കേട്ടോ. കപ്പ വേവിച്ച് നന്നായിട്ട് കുത്തിക്കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ടേസ്റ്റ്. കുറച്ച് എരിവൊക്കെ ഉണ്ട്. എരിവും നല്ല ചൂട് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കപ്പ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നന്നായിട്ട് വേവുന്ന നല്ല വെളുത്ത ഉള്ളിൽ നല്ല പൊടിയായിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, എന്താ പറയാ, കപ്പ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ടാണ് നിങ്ങൾ കപ്പ ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല കപ്പ നോക്കി വാങ്ങിക്കുക. നല്ല കപ്പ എന്ത് കഴിയുമ്പോൾ ഉൾഭാഗം നല്ല വെളുത്ത് പൊടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി കപ്പയായിരിക്കും ആ കപ്പ ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും എരിവും ഒക്കെ പാകത്തിനിട്ടിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കപ്പ കുത്തിക്കുഴച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ്. പിന്നെ തേങ്ങ ചിരവിയത് നമുക്ക് വഴറ്റിയെടുക്കാനാണ്. കപ്പ ആദ്യം നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. കപ്പ ഉടഞ്ഞു പോകരുത്. നന്നായിട്ട് വേവുന്ന കപ്പയാണെങ്കിൽ നമുക്ക് പാനിൽ തന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. വേവ് കുറവുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പാനിൽ വേവിക്കാൻ പാടുള്ളൂ. വേവ് കൂടുതലുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വരുന്നത് വരെ 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ആദ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തന്നെ വേവിക്കുക. അതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യുക. അതിന് ശേഷമുള്ള കാര്യങ്ങൾ അപ്പോൾ പറയാം. നമ്മളിപ്പോൾ കപ്പ വേവിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു പീസ് ഇഞ്ചി ചതച്ചെടുക്കുക കേട്ടോ. മുറിച്ചെടുക്കരുത്, ചതച്ച് തന്നെ എടുക്കുക. ആ ചതച്ച ഇഞ്ചി ഇതാ ഞാൻ ഇതുപോലെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് എണ്ണയിൽ കിടന്ന് കുക്കായി വരണം. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് ഒന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഇഞ്ചി ചേർത്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. വറ്റൽമുളകൊന്ന് കുക്കായി വരണം. കരിഞ്ഞു പോരുതിട്ട് മുളക്, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് മോശമായി പോകും. അപ്പോൾ ഇഞ്ചി ചേർക്കുന്നത് ആദ്യമേ തന്നെ ചേർക്കുക. ഇഞ്ചി ചേർക്കുമ്പോൾ എണ്ണയുടെ ചൂടൊന്നും ബാലൻസ് ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ നമ്മുടെ കപ്പയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ തേങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കാം കേട്ടോ. ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ, തേങ്ങ കരിഞ്ഞു പോകണ്ട, ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ കുറച്ചായിട്ട് ചേർക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ കുറച്ചായിട്ട് കപ്പ ചേർക്കുന്നത്. കപ്പ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കപ്പയും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കപ്പയുടെ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് വേവുന്ന കപ്പയായിരിക്കണം, കുഴഞ്ഞു പോകുന്ന കപ്പയായിരിക്കരുത്. അല്ലാതെ കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകുന്ന കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ തന്നെ കപ്പയായിട്ട് തേങ്ങയൊക്കെ മിക്സ് ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കപ്പയും കൂടി ഞാൻ ചേർക്കട്ടെ. ബാക്കിയുള്ള കപ്പയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ട് ഈ റെസിപ്പി എന്നുള്ളത്. അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്. ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് എരിവൊക്കെ ഉണ്ട്. പിന്നെ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് മാത്രം കൂട്ടിയെടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു വരുന്ന രീതിയിലുള്ള കപ്പയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് നമ്മുടെ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. ഇനി ഒരു അര മിനിറ്റും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ആ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.